കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിൽ വിശാലമായ ഒരു ഭൂപ്രകൃതിയിലാണ് ആർട്ട് ഗാലറി കൃഷ്ണമേനോൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതിനാൽ ഇപ്പോൾ പ്രവേശനമില്ലെങ്കിലും ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചരിത്ര പ്രധാനമുള്ള ഒരു മ്യൂസിയമാണ് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം. ഇന്നത്തെ യാത്ര പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലേക്ക്. കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ഈസ്റ്റ് ഹിൽ എന്ന പ്രദേശത്താണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജയുടെ സ്മരണയ്ക്കായി ഈ മ്യൂസിയത്തിന് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വടക്കേ കേരളത്തിൽ ബ്രിട്ടീഷുകാരെ എതിർത്ത ധീരനായ ഒരു യോദ്ധാവായിരുന്നു അദ്ദേഹം. പഴശ്ശിരാജയുടെ കാലഘട്ടം മുതൽ മലബാർ പ്രദേശത്തിൻ്റെ ചരിത്രത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ മ്യൂസിയം സഹായിക്കുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ചരിത്രം, കേരളത്തിൻ്റെ കലയും സംസ്കാരവും ഇവിടെ കാണാം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശന സമയം. ചരിത്രപ്രേമികൾക്കും വിദ്യാർത്ഥികൾക്കും ഇത് ഏറെ പ്രയോജനപ്പെടും. മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങൾ ഇവയൊക്കെയാണ്: പുരാതന ശില്പങ്ങൾ, ബുദ്ധ, ജൈന, ഹിന്ദു മതങ്ങളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ശില്പങ്ങൾ, പാറയിൽ കൊത്തിയ നിർമ്മിതികൾ, വിവിധ കാലഘട്ടങ്ങളിൽ നിന്നുള്ള ഓടുവിഗ്രഹങ്ങൾ, പഴയ ചുമർ ചിത്രങ്ങൾ, കലാരൂപങ്ങൾ, നാണയങ്ങൾ, പാത്രങ്ങൾ, ആയുധങ്ങൾ, ചെമ്പ്, ഓട് ഉപകരണങ്ങൾ, പഴയ ആയുധങ്ങൾ, വാൾ, കത്തി, കഠാര മുതലായവ, പുരാതന നാണയങ്ങൾ, ക്ഷേത്രാവശിഷ്ടങ്ങൾ, പല്ലക്ക്, പീരങ്കികൾ, മൺപാത്രങ്ങൾ, മഹാശിലായുഗത്തിൻ്റെ ശേഷിപ്പുകൾ തുടങ്ങി പുരാതന വസ്തുക്കളുടെ അപൂർവ ശേഖരമാണ് മ്യൂസിയത്തിലുള്ളത്. 10 ഗ്യാലറികളായിട്ടാണ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശാബ്ദങ്ങളിൽ നിർമ്മിച്ച ഈ കെട്ടിടം മുൻപ് ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോഴിക്കോട് കലക്ടർമാരുടെ വസതിയായി ഉപയോഗിച്ചിരുന്ന കെട്ടിടം 1978-ൽ പുരാവസ്തു മ്യൂസിയമാക്കി. മലബാറിൻ്റെ വിദേശികളുമായുള്ള വാണിജ്യ ബന്ധങ്ങൾ പ്രകടമാക്കുന്ന നാണയ ശേഖരങ്ങളാണ് ഒരു ഗാലറി മുഴുവൻ. റോമൻ സിൽവർ നാണയങ്ങൾ, ഡച്ചു നാണയങ്ങൾ, ചാപ്പാകുത്ത് നാണയങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വാളുകൾ, കഠാര, വെടിയുണ്ടകൾ തുടങ്ങിയ ആയുധങ്ങളും പ്രദർശനത്തിലുണ്ട്. ലിപി പരിചയപ്പെടുത്തുന്ന പ്രത്യേക ഗാലറിയാണിത്. വട്ടെഴുത്തിൽ ഓരോ കാലഘട്ടങ്ങളിൽ വന്ന മാറ്റങ്ങൾ നമുക്കിവിടെ മനസ്സിലാകും. അത് ഈ ബോർഡുകളിൽ നോക്കി അത് ഈ മണിൽത്തരികൾ എഴുതി പഠിക്കാനും സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശന സമയം എന്ന് പറയുന്നത്. 1812-ലാണ് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. അന്ന് ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 1976-ൽ ഈ ബിൽഡിംഗ് ആർക്കിയോളജിക്കൽ മ്യൂസിയമാക്കി പുനഃസ്ഥാപിച്ചു. 1978-ലാണ് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയമാക്കി പേരിട്ടത്. പഴശ്ശിരാജ മ്യൂസിയം ചരിത്രവും സംസ്കാരവും സംരക്ഷിക്കുന്ന ഒരു അതുല്യ കേന്ദ്രമാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയുടെ സമ്പന്നമായ പൈതൃകത്തിൻ്റെ ഒരു ജ്വലിക്കുന്ന ഉദാഹരണം. വിദ്യാർത്ഥികളും മുതിർന്നവരും ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവരുമായി ഒരുപാട് ആളുകൾ ഈ ഒരു പൈതൃകം കാണാനായി എത്തിച്ചേരാറുണ്ട് ഇവിടെ. ദേവപ്രതിമകളും യുദ്ധവീരരുടെ ശില്പങ്ങളും പ്രത്യേക ആകർഷണമാണ്. പഴശ്ശിരാജ മ്യൂസിയത്തിനോടൊപ്പം തന്നെ കൃഷ്ണമേനോൻ മ്യൂസിയം ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇവ രണ്ടും തൊട്ടടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണമേനോൻ മ്യൂസിയം എന്നത് പഴശ്ശിരാജ മ്യൂസിയത്തിൻ്റെ ഭാഗമായ രാജ്യരാഷ്ട്രീയ ചരിത്രത്തിൻ്റെ സ്മരണ കേന്ദ്രമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓരോ യാത്രയും പല പല അനുഭവങ്ങളാണ് നമ്മെ തേടി വരുന്നത്. എൻ്റെ ഈ യാത്രകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് യാത്രകളും യാത്രാനുഭവങ്ങളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. എന്നാൽ പിന്നെ തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.